അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. പുറത്തൊന്ന് വന്ന് നോക്കിയപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം നിന്ന് നോക്കി. പിന്നെ നേരെ ജനലുകളൊക്കെ തുറന്നിട്ട് ചായ വെക്കാനായിട്ട് നിന്നു. ഇന്ന് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. പുലർച്ചെ ടൈമിൽ പോയ കറണ്ടായിരുന്നു. പിന്നെ വന്നത് 8:30 ആകുമ്പോഴായിരുന്നു. അതുകൊണ്ട് കിച്ചണിൽ നിൽക്കാൻ വലിയ മൂഡ് ഉണ്ടായിരുന്നില്ല. എന്നാലും നിന്നല്ലേ പറ്റൂ. പിന്നെ രാവിലെ എണീച്ചാലുള്ള ചായ അത് മസ്റ്റ് ആയതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് ഇന്നെല്ലാം ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് അടുപ്പിലായിരുന്നു നേരത്തെയൊക്കെ ചെയ്യാറ്. ഇതിപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് കറണ്ട് അടുപ്പ് യൂസ് ചെയ്തിട്ടില്ല, ഗ്യാസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്നും ഇഡ്ഡലിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നും ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഉള്ള ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാറില്ല. അതുകൊണ്ടാണ് ഏത് ടൈമും ഇഡ്ഡലി ആയിട്ട് വീഡിയോയിൽ കാണുന്നത്. പിന്നെ അങ്ങനെ പാലൊക്കെ തിളച്ച് കാമായിട്ട് പീസായിട്ടൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു രീതിയിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. എന്നാലല്ലേ എനിക്കറിയാൻ പറ്റൂ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ഇഷ്ടം, ഇതുപോലുള്ളതൊക്കെ ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഓരോ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. അപ്പോൾ ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാതെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞാനിവിടെ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചായ അത്രയ്ക്ക് കടുപ്പമില്ല. ശർക്കര പൊടിയാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കളറും കൂടെ വരുമ്പോൾ അത്ര കടുപ്പമായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പതപ്പിച്ചൊരു ചായ അങ്ങോട്ട് രാവിലെ തന്നെ കുടിക്കണം, എന്നാലേ നല്ലൊരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ അത് കുടിക്കുന്നതിന് മുമ്പായിട്ട് ഇഡ്ഡലിക്കുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലൈറ്റിങ് കുറവാണ്. അതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നത്. സൂര്യൻ്റെ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടില്ല. നമുക്കവിടെ അടുക്കളയിൽ നിന്ന് പുറകിലേക്ക് കുറച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല. എന്നാലും ജനലിലൂടെ കിട്ടുന്ന ആ ഒരു ലൈറ്റും പിന്നെ ഡോറ് വഴി കിട്ടുന്ന ആ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതുന്നു. പിന്നെ ഈ ഇഡ്ഡലി തട്ടും ഇന്ന് എനിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് മാവ് ഒഴിച്ചത്. ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആവി ഒളിച്ചിട്ടാണ് മാവ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തട്ടിൽ നിന്ന് വിട്ട് കിട്ടും. ഇന്നിപ്പോൾ മാവ് ഒരുപാട് സോഫ്റ്റും ആയിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, മാവിൻ്റെ സോഫ്റ്റ്നെസ് കൊണ്ടാണോന്നറിയില്ല, നല്ലതുപോലെ ഇഡ്ഡലി മാവ് തട്ടിൽ ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഇഡ്ഡലി സ്റ്റീമായിട്ട് വന്നതിന് ശേഷം. അപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കാൻ ഇത്തിരി നല്ലോണം പ്രയാസപ്പെട്ടു. കുറച്ചൊക്കെ ഇഡ്ഡലി വേസ്റ്റായിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയാണ് നിങ്ങൾ ഇഡ്ഡലി വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് മാവ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിട്ട് കിട്ടും. ഞാൻ എപ്പോഴും എനിക്കത് മറന്നു പോണ കാര്യമാണ്. അല്ലെങ്കിൽ ഈ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താലും മതി. അതാവുമ്പോഴും ഈസിയാണ്. ഞാനിതിപ്പോൾ രണ്ടും ചെയ്തില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഇത് വെച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത്. ചില സമയങ്ങളിലൊന്നും കുഴപ്പമുണ്ടാവില്ല, പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി ആയതുകൊണ്ട് ഷേപ്പും കാര്യങ്ങളൊന്നും ഞങ്ങളിവിടെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇഡ്ഡലിയൊക്കെ അവിടെ സ്റ്റീമായിട്ട് വരട്ടെ. അപ്പോഴേക്കും കുടിക്കാമെന്ന് വെച്ചാൽ ചായ ഒന്നും എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് ആകാശം എന്തൊക്കെയോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. മഴക്കാറിൻ്റെ ആണോ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകതരം ആകാശമായിരുന്നു ഇന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഇഡ്ഡലി ആവാറായി വേകാനായപ്പോൾ ഒന്ന് വന്ന് നോക്കാൻ നിന്നു. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഡേറ്റ്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇഡ്ഡലി ഒന്ന് വീണ്ടും വെന്തോന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഈ ഭാഗം പിടിക്കുന്ന ഭാഗം നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തുണി കൂട്ടിയിട്ട് വേണം പിടിക്കാൻ, അപ്പോൾ നല്ല ചൂടുണ്ടാവില്ല. പിന്നെ ജസ്റ്റ് വെള്ളം ഒന്ന് തെളിച്ചിട്ടാണ് പിന്നെ ഇഡ്ഡലി ഇതിൽ നിന്ന് എടുക്കാറ്. ജസ്റ്റ് ചെറിയൊരു ചൂട് മാറിക്കഴിഞ്ഞാൽ എടുക്കുക. ഇന്നിപ്പോൾ ചട്നിയോ ചമ്മന്തിയോ ഒന്നും ഉണ്ടാക്കാൻ വഴിയില്ല. തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഭാഗ്യം. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പെട്ടേനെ ഞാൻ. കറണ്ട് കൂടി ഇല്ലാണ്ടായപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ മുട്ട റോസ്റ്റ് പോലെ ഉള്ളി റോസ്റ്റ് പോലെയൊക്കെ ആക്കിയെടുക്കായിരുന്നു. എന്നാലും ഇഡ്ഡലിക്ക് കറി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് മീൻ കറി ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടില്ല, അത്ര തന്നെ. പിന്നെ കറണ്ട് 8:30 ആകുമ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇക്ക പോയി കഴിഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു. മോള് മീൻകറി കഴിക്കില്ല, മീൻകറി ഇഷ്ടമല്ല അവൾക്ക്. അതുകൊണ്ട് വേഗം ചട്നിയൊക്കെ ഉണ്ടാക്കി. കറണ്ട് വന്നതും വേഗം ആ ഒരു പണിയൊക്കെ തീർത്തു. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ കുഴപ്പം. ചില സമയത്ത് കിട്ടില്ല, ചില സമയത്ത് ഈസി ആയിട്ട് കിട്ടും. ഇന്നിപ്പോൾ മാവ് ഒരുപാട് മയം കൂടിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് കുറച്ച് റിസ്ക്കായി പരിപാടി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയൊരു കാര്യമായിരുന്നു. ഇൻസ്റ്റയിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിലും വ്ളോഗ്സ് ബൈ ഷെക്കീന എന്ന് തന്നെയാണ് ഇൻസ്റ്റ ഐഡിയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ ലിങ്കിൽ നോക്കുക, അപ്പോൾ കിട്ടും. വ്ളോഗ്സ് ബൈ ഷെക്കീന തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് അതിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത ചൂടാണല്ലേ, എത്രമാത്രം ചൂടാണ്. ഒരു 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും, സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. ഇവിടെയും അതുപോലെ തന്നെയാണ്. ചൂടുള്ളത് നമുക്ക് കാര്യമായിട്ട് അറിയില്ല. ഇവിടെ തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിനകത്ത് ചൂട് അധികം അറിയില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. പാലക്കാട് അറിയാമല്ലോ നിങ്ങൾക്ക് ചൂടിൻ്റെ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇക്കാക്ക് സമയമായപ്പോൾ കഴിക്കാനൊക്കെ കൊടുക്കുകയാണ്. ഇക്കാക്ക് മീൻ കറി മതി എന്ന് പറഞ്ഞു. ഇക്ക മീനിൻ്റെ ആളാണ്, ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ മീൻ കറി ഇഡ്ഡലി ആയിട്ട് ഇക്കാക്ക് കൊടുത്തു. മീൻ കറി ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് കുടുങ്ങിയില്ല എന്ന് പറയാം. അപ്പോൾ ആവി കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലിയൊക്കെ തട്ടിലാക്കിയിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ ക്ലീനിങ്ങും കൂടെ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ. എൻ്റെ സൗണ്ട് നന്നായി മാറിയിട്ടുണ്ട് അല്ലേ? വേറൊന്നും അല്ല, 2-3 തുമ്മൽ തുമ്മി, അതിന് ശേഷം സൗണ്ട് ചെറിയൊരു മാറ്റം. ജലദോഷമൊന്നുമല്ല, പൊടി മൂക്കിൽ കയറിയപ്പോൾ അങ്ങനെ തുമ്മിയതാണ്. വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ സൗണ്ട് തന്നെ കേട്ട് നോക്കി. അതുകൊണ്ടാണ് എനിക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കിച്ചണിലെ പണികൾ എല്ലാം തീർന്നിട്ടില്ല. ഇക്ക പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. പിന്നെ ഇക്ക പോയി കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. അപ്പോൾ വേഗം തേങ്ങയൊക്കെ അരച്ച് ചട്നിയൊക്കെ റെഡിയാക്കി. ചട്നിയും ഇഡ്ഡലി പൊടിയും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്നതിൻ്റെ ഇടയിൽ മോൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോന്ന് അവൻ പറഞ്ഞ് എൻ്റെ ഒപ്പം തന്നെ നിൽക്കും ഉറങ്ങി എണിച്ചാൽ. അപ്പോൾ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് മോന് കഴിക്കാനൊക്കെ കൊടുക്കാറ്. മോളിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടും മദ്രസ ഇല്ലാത്തതുകൊണ്ടും കുറച്ച് വൈകിയാണ് എണിക്കാറ്. എപ്പോഴാണ് എണിക്കണമെന്ന് വെച്ചാൽ അപ്പോഴായിരിക്കും കഴിക്കുക. പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് അവൻ്റെ കൂടെ കളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് വയ്ക്കാനുള്ള അരി കഴുകിയിടാമെന്ന് വിചാരിച്ച് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ നല്ല ചൂടുണ്ടാവും കിച്ചണിൽ. എന്തൊക്കെയായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ വേണമല്ലോ ചെയ്യാൻ. പിന്നെ പുറത്തൊക്കെ വെയിലും മഴയൊക്കെ കൊണ്ട് പണി ചെയ്യുന്നവരുടെ അവസ്ഥയൊക്കെ ആലോചിച്ചാൽ നമുക്ക് എത്രയോ ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഒരുപാട് പേര് വെയിലത്തൊക്കെ ഇങ്ങനെ നിന്ന് പണി ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. പിന്നെ നമ്മളുടെ രക്ഷിതാക്കളായാലും നമ്മളുടെ ഹസ്ബൻഡായാലും ആരായാലും വെയിലും ചൂടും എല്ലാം മഴയും എല്ലാം കൊണ്ടിട്ട് തന്നെ ആയിരിക്കും അവരും ഓരോന്ന് ചെയ്യുക. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. പിന്നെ ഞാനിവിടെ അതിനിടയിൽ അരിയൊക്കെ കഴുകിയിട്ടു. ഇന്നിപ്പോൾ മീൻ കറി ഉള്ളത് കൊണ്ട് തന്നെ മീൻ കറി കുറച്ചുകൂടി ബാലൻസ് ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കറി വയ്ക്കുന്നില്ല, വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വെണ്ടയ്ക്ക ഫ്രൈ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. ഞാനും കുട്ടിക്കാലത്ത് സ്കൂളിലേക്കൊക്കെ മെയിനായിട്ട് ആക്കിയിട്ട് പോകുന്ന സാധനമാണ് ഈ വെണ്ടയ്ക്ക വറുത്തത്, ഉരുളക്കിഴങ്ങ് വറുത്തത്, ഉള്ളി വാട്ടിയത്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ച് മതി, ഇത് കുറച്ചുണ്ടെങ്കിൽ തന്നെ ടിഫിൻ ബോക്സിലാക്കി തന്ന
ചോറ് മുഴുവനായിട്ട് കഴിച്ചോളും. ഇവിടെ എൻ്റെ മോളും അതേപോലെ തന്നെയാണ്. ഇതുപോലുള്ള വറവൽ ഐറ്റംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വറുത്തതോ പൊരിച്ചതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിച്ചോളും. അപ്പോൾ വെണ്ടയ്ക്കയിൽ പൊടികളൊക്കെ ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. സമയം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. എന്തെങ്കിലും ചെറിയ രീതിയിലൊന്ന് ഒരു ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പണിയെങ്കിലും ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. അപ്പോൾ വലിയ സമയമായിരിക്കും നമുക്ക് കിട്ടുക. അത് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ചെറുതായിട്ട് സമയം കിട്ടുമ്പോൾ അത് അവിടെ ഇവിടെ നിന്നിട്ടും അവിടെ ഇവിടെ ഇരുന്നും അല്ലെങ്കിൽ ഫോൺ സ്ക്രോൾ ചെയ്തിരുന്നിട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു വർക്ക് അതിൻ്റെ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് തീരും. അപ്പോൾ പാത്രങ്ങൾ കഴുകണതിൻ്റെ ഇടയിൽ വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി റെഡിയാക്കി മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പാത്രങ്ങളും കഴുകി കഴിഞ്ഞു. ഇനിയിപ്പോൾ സിങ്കൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പാത്രങ്ങളൊക്കെ കഴുകുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആയതുപോലൊരു ലുക്ക് കിട്ടും കിച്ചണിൽ. ഇതാ ഇപ്പോൾ ഇങ്ങനെ ഒരു ലെവലിലാക്കിയിട്ടുണ്ട്. ഇനി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളം പോയി കഴിഞ്ഞാൽ അതത് സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കി ഉണങ്ങാനായിട്ട് ഇടാൻ വരുമ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഉണങ്ങാനൊക്കെ ഇട്ട് മീനും വറുക്കാനുണ്ടായിരുന്നു, കൊഴുവയാണ് വറുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക വന്നത്. വലിയൊരു ഇളനീര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കി അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കാമെന്ന് കരുതി. അപ്പോൾ മീൻ കറിയും മീൻ വറുത്തതും വെണ്ടയ്ക്ക വറുത്തതും ഒക്കെയാണ് ഇന്നത്തെ ലഞ്ചിനുള്ളത്. ഇതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഈ ഒരു കാർട്ടൂണിൻ്റെ ചാനലല്ലാതെ വേറെ ഒന്നും ഇവിടെ വെക്കാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും ഇരുന്ന് കാണുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ സമാധാനം ഇരുന്ന് ഊണൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.